വെറും 100-ൽ താഴെ ബിൽ ബോർഡ്സ്, ഇന്ത്യയിലെ ഒട്ടുമിക്ക വീടുകളിലും കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇടം പിടിച്ച ഒരു ബ്രാൻഡ്. ഏകദേശം 1965 മുതൽ 2025 വരെ ഒരേ തീം, ഒരേ കാസ്റ്റ്, ഒരേ പാറ്റേൺ, ഒരേ ലോഗോ യൂസ് ചെയ്ത് ഇപ്പോഴും ബ്രാൻഡിങ് കൺസിസ്റ്റൻസി നിലനിർത്തുന്ന ഒരു കിടിലം ബ്രാൻഡ്. വെറുതെ കാശുണ്ടാക്കണമെന്ന ലക്ഷ്യമായിട്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയ ബ്രാൻഡ് അല്ല. അവിടെ ഒരു എമോഷൻ ഉണ്ട്, അവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അതിന് പറയാനൊരു വലിയ കഥയുണ്ട്. ഗുജറാത്തിലെ കേര ജില്ലയിൽ 1940-കളിൽ അവിടുത്തെ ഡയറി ഫാമേഴ്സ് ഫേസ് ചെയ്ത വലിയൊരു പ്രശ്നമാണ് അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അത് അഡ്രസ്സ് ചെയ്യാൻ അവിടുത്തെ ഒരു പൊളിറ്റീഷ്യനും ഡോക്ടർ വർഗീസ് കുര്യനും എന്ന് പറയുന്ന ഒരു വിഷണറി ആയിട്ടുള്ള കോർപ്പറേറ്റീവ് ചേർന്നുണ്ടാക്കിയ ഒരു സ്ഥാപനം. നിങ്ങൾ പാല് കൊണ്ടുവരൂ, നിങ്ങളുടെ പാലിന് കൃത്യമായ വേതനം തരുന്നു, അതിവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു, ഇവിടെ പാസ്ചറൈസ് ചെയ്യപ്പെടുന്നു, അങ്ങനെ സകലമായ എല്ലാത്തരം ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം. 1946-ൽ ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈറ്റ് റവല്യൂഷൻ്റെ ഭാഗമാവുകയും നമ്മുടെ ഇന്ത്യയിലെ തന്നെ മിൽക്ക് സ്കാർസിറ്റി ഉണ്ടായ സ്ഥലത്ത് മിൽക്ക് ഡിസ്ട്രിബ്യൂഷന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു കോർപ്പറേറ്റീവ് ഫേമായിട്ട് മാറി. അതിൻ്റെ ഓണേഴ്സ് അവിടുത്തെ ബിസിനസ്മാൻമാരല്ല, അവിടുത്തെ മിൽക്ക് ഫാമേഴ്സ് തന്നെയാണ്. ഈ കമ്പനി വെറും ഒരു കമ്പനിയല്ല, 3.6 മില്യൺ മിൽക്ക് ഫാമേഴ്സിന്റെ സ്വന്തം ഡെസ്റ്റിനിയും കൂടിയാണ്. തുടക്കകാലത്ത് നമ്മുടേതാണെന്ന് വിശ്വസിച്ചിരുന്ന മിൽക്ക് ഫാമേഴ്സിന്റെ ബ്രാൻഡ് പതിയെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിൽ സിനിമാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും നമ്മുടെ വീടുകളിൽ ഒരു ഭാഗമായി മാറി. ത്രിഭുവൻദാസ് പട്ടേൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനും വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വിഷണറിയും ചേർത്തുണ്ടാക്കിയത് ഇന്ത്യയുടെ തന്നെ ആകമൊത്തം ടേസ്റ്റാണ്. ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ബ്രാൻഡ് പിടിയിട്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ചെയ്യും.